റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുതലപ്പുഴയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന ആശങ്കയിൽ ഇടപെട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്. സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ വിദഗ്ധർക്ക് കത്തയച്ചു. ഉടൻ വിദഗ്ധർ മുതലപ്പുഴയിൽ സന്ദർശിക്കും. വള്ളങ്ങൾ മറിഞ്ഞുള്ള അപകടങ്ങൾ മുതലപ്പുഴയിൽ പതിവാവുകയാണ്. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, ഈ നിർമ്മാണ പ്രവൃത്തിയിലടക്കം അശാസ്ത്രീയമാണെന്നുള്ളവർക്ക് ആശങ്ക ഈ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ആശങ്ക മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള ഈ നീക്കങ്ങൾ, അതായത് ഈ ഇടപെട്ടിരിക്കുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഇടപെട്ടതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം എപ്പോഴായിരിക്കും ഈ നിർത്തിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക? ശ്രുതി, ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന 177 കോടി രൂപയുടെ പദ്ധതിയാണ് മുതലപ്പുഴയിൽ നിലവിൽ നടന്നു വരുന്നത്. അതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ കാലവർഷം അടുത്തതോടുകൂടിയാണ് ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചത്. പക്ഷെ അപ്പോഴും ഇതുവരെയും ഈ പദ്ധതി ആരംഭിച്ച് ഈ നിമിഷം വരെ DPR സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത് പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് റിസർച്ച് പവർ സ്റ്റേഷനാണ്. അവിടെ നിന്നുള്ള വിദഗ്ധരെ കേരളത്തിലേക്ക് എത്തിക്കാനാണ് നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നിലവിൽ CWPRSന് ഇപ്പോൾ കത്തെഴുതിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വിദഗ്ധർ ഇപ്പോൾ മുതലപ്പുഴയിലെത്തി ഈ മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ആ ആശങ്കയ്ക്ക് വലിയ കഴമ്പുമുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഒന്നിലേറെ തവണ അവിടെ വള്ളം മറിഞ്ഞ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം മൗത്ത് വളരെ വലിയ രീതിയിലുള്ള മൗത്ത് ഇപ്പോൾ ചെറിയ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുമ്പോൾ. പക്ഷേ അങ്ങനെ വരുമ്പോൾ എല്ലാ ഭാഗത്തും തെക്കും പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തു നിന്നും കാറ്റ് ശക്തമായി അടിക്കുമ്പോൾ ഈ വരുന്ന ബോട്ടുകളും വള്ളങ്ങളും ശക്തമായ തിരമാലയിൽപ്പെട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് കണക്കിലെടുത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയത്. എന്തായാലും ഈ CWPRSലെ ഈ ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തുമെന്നാണ് നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന സൂചന. മൺസൂൺ കഴിയുമ്പോഴേക്കും വീണ്ടും ഈ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 3 മാസം മുതലപ്പുഴയിൽ എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല. നിലവിൽ കാലവർഷം എത്തുന്നതോടനുബന്ധിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. പക്ഷേ അതേസമയം മുഖ്യമന്ത്രി തിരിച്ച് കേരളത്തിൽ എത്തുന്നതോടനുബന്ധിച്ച് തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാനാണ് നിലവിൽ ഈ മുതലപ്പുഴയിലെ ഈ മത്സ്യത്തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രുതി, ഓക്കെ, എന്തായാലും മൺസൂണിന് ശേഷമായിരിക്കും നിർത്തിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.